ACP ജയകുമാർ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സാർ, എങ്ങനെയാണ് കുട്ടിയെ കണ്ടെത്തുന്നത്? എവിടെ വെച്ച്, ഏത് രീതിയിൽ, എന്താണ് സംഭവിച്ചത് ഒന്ന് പറയാമോ? കുട്ടിയെ മിസ്സായ സമയത്ത് തന്നെ മറ്റേ ഇളമക്കര പോലീസ് സ്റ്റേഷനിൽ വിവരം കിട്ടിയപ്പോൾ തന്നെ അവിടുന്ന് എന്നെ അറിയിച്ചിരുന്നു, ഞാൻ DCP സാറിനെ അറിയിച്ചിരുന്നു. അദ്ദേഹം ജീവനപ്പടി മഹേഷ് അദ്ദേഹം എല്ലാ മൊബൈലുകളും ഇറക്കി പരിശോധിക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ ജീപ്പുകളും ഒരു അരമുക്കാൽ മണിക്കൂർ പരിശോധന നടത്തിയതിനു ശേഷം കിട്ടാതിരുന്നതുകൊണ്ടാണ് ഞാൻ രാത്രി ആയതുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോ സിറ്റി പോലീസിലെ കൺട്രോൾ റൂമിൽ നിന്ന് കുട്ടിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ സൈക്കിളിന്റെ വിവരമൊക്കെ എല്ലായിടത്തും കൊടുത്തിരുന്നു. എല്ലാ സ്ഥലത്തും വിവരങ്ങൾ അറിയിച്ചിരുന്നു. അതുപോലെ കുറച്ച് പത്രപ്രവർത്തകർക്കും വിവരം കൊടുത്തിരുന്നു. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ തോന്നുന്നു കാളമുക്ക് ജംഗ്ഷൻ ബോൾഗാട്ടി TP വേൾഡിനടുത്ത് അവിടെ കുട്ടി സൈക്കിൾ ചവിട്ടി വരുന്ന കണ്ട് ഒരു സുഹൃത്ത് പറഞ്ഞു നിർത്തി അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയും ചെയ്ത് അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ കുട്ടിയെ കണ്ടെത്തുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ അന്വേഷിക്കാൻ കുട്ടിയുടെ അമ്മയുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറോളം കുട്ടിയുടെ അമ്മയുമായിട്ടാണ് ഞങ്ങൾ പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. പല സ്ഥലത്തും പരിശോധിച്ചിരുന്നു. പക്ഷേ ഇവിടുന്ന് വിവരം കിട്ടി. ഭാഗ്യം കൊണ്ട് കുട്ടിയെ യാതൊരു കുഴപ്പമില്ലാതെ കിട്ടി. ഹാപ്പി ആയിട്ടിരിക്കേണ്ട ആള്. അത് നമ്മള് കുട്ടിയെ കാണുന്ന സമയത്തും സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നോ? അല്ല, സൈക്കിള് ഞങ്ങൾ ചെല്ലുമ്പോ സൈക്കിളില് അവർ സംസാരിക്കുകയായിരുന്നു. മറ്റേ സൈക്കിൾ ചവിട്ടിക്കൊണ്ടുവന്ന് മറ്റേ അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പയ്യൻ കുട്ടിയെ കണ്ട് തടഞ്ഞ കുട്ടിയെ സംസാരിച്ചിട്ട് അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം അറിയിക്കുകയാണ് ചെയ്ത്. അങ്ങനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആളുടെ പേര് ചോദിക്കാൻ വിട്ടുപോയി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ വീട് വിട്ട് പോയത്, അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറാതെ കുട്ടി ഇങ്ങനെ പോയത് എന്നതിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? അത് ചെറിയൊരു കാര്യമുള്ളൂ. അവള് ഫോൺ എടുത്ത് യൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. വലിയ കാര്യമുള്ള കാര്യമല്ല. അത്രയും പ്രശ്നമൊന്നും വീട്ടിലുള്ളതല്ല. അവളെ അപ്പൊ അങ്ങ് പോയിന്നുള്ളൂ, അത്രേ ഉള്ളൂ. സാർ ഇപ്പോൾ എവിടെയാണല്ലോ? ഒപ്പം കുട്ടി സാറിനൊപ്പം ഉണ്ടോ? ഇപ്പോൾ ഞങ്ങളുടെ കൂടുതൽ കുട്ടിയുണ്ട്, കുട്ടിയുടെ അമ്മയുണ്ട്. അമ്മയോട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? കുട്ടിയുടെ അമ്മ സംസാരിക്കേണ്ടോ? ഹലോ, കുട്ടിയുടെ അമ്മ അവര് ആ ഒരു മൂഡിലല്ല ഇരിക്കണേ എന്ന് പറയുന്നു. എങ്ങനെയാ ഇപ്പോൾ കുട്ടി ഓക്കെ ആണോ? കുട്ടി വളരെ ഓക്കെയാണ്, കുഴപ്പമില്ല. വെള്ളമൊക്കെ കുടിച്ചു, വിശക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. ശരി ശരി, ഒരുപാട് നന്ദി സർ പ്രതികരിച്ചതിന്. ACP ജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു തെരച്ചിൽ നടന്നത്. എന്തായാലും അതായത് ഈ വാർത്തകളും ഒപ്പം തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. കുട്ടിയുടെ ഫോട്ടോയൊക്കെ പങ്കുവച്ചിരുന്നു. അതിനൊടുവിൽ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി വരുന്നത് വൈപ്പിൻ കാളമുക്ക് ഭാഗത്തേക്ക് കുട്ടി സൈക്കിൾ ഓടിച്ച് തന്നെ വരികയായിരുന്നു. അങ്ങനെ സൈക്കിൾ ഓടിച്ച് വരുന്ന സമയത്ത് അവിടെയുള്ള ഒരാൾ, റോട്ടിലുള്ള ഒരാൾ, ഒരു യുവാവെന്നാണ് പറഞ്ഞത്, അദ്ദേഹം ഈ കുട്ടിയുമായി സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ഈ കുട്ടിയാണെന്ന് മനസ്സിലായി. പോലീസിൽ വിവരം അറിയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. ഫോൺ സ്കൂളിൽ പിടിച്ചു വെച്ചു, അത് മാത്രമായിരുന്നു പ്രശ്നം. അതിന് പിന്നാലെയാണ് കുട്ടി വീട്ടിലേക്ക് വരാതെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്.